മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ 3ാം സ്ഥാനാർത്ഥിയുടെ ജയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ്. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതൊക്കെ വലിയ വിവാദമായി മാറുകയും സുപ്രീം കോടതിയിലേക്ക് അവർ പോവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഇവരെ വിജയിയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ നിമിഷം വരുന്ന വാർത്ത. രജനീഷ് അഗർവാൾ, തരുൺ ചുഗ്, മഹേഷ് കെവാട്ട് എന്നിവരാണ് വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു പത്രിക തള്ളിപ്പോകുന്നു. അവിടെ അങ്ങനെ 3 BJP സ്ഥാനാർത്ഥികൾക്കും ജയിക്കാവുന്ന ഒരു സാഹചര്യം അവസരമുണ്ടായി എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുകയായിരുന്നു. നാളെ സുപ്രീം കോടതി ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇങ്ങനെ. അപ്പോൾ പിന്നെ ആ ഹർജിയുടെ നിലനിൽപ്പ് എന്താകും എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഉടൻ തന്നെ എത്തും. അരവിന്ദ് അല്പസമയത്തിനകം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി എത്തും. ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്നത്. 3 BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചതായുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിൽ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതാണ് കോൺഗ്രസിന് മധ്യപ്രദേശിൽ വലിയ തിരിച്ചടിയത്. ഒരാളെങ്കിലും രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. അതിപ്പോൾ ഇല്ലാതെ പോവുകയാണ്. അതാണിപ്പോൾ നേരത്തെ KC വേണുഗോപാൽ പ്രതികരിക്കുമ്പോൾ നേരത്തെ വോട്ട് ചോരിയായിരുന്നെങ്കിൽ ഇപ്പോൾ സീറ്റ് ചോരി നടക്കുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലാണ് 3 BJP സ്ഥാനാർത്ഥികളെ വിജയിയായി പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നത്. കോൺഗ്രസ് പറയുന്നത് തങ്ങൾ പരാതി കൊടുത്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നതിൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ളതാണ്. ഒപ്പം തന്നെ 3 സ്ഥാനാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് കൈമാറിയതോടെ എന്താകും നാളെ സുപ്രീം കോടതിയിലിരിക്കുന്ന ഹർജിയുടെ അതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്, അതിന്റെ ഭാവി എന്താണ് എന്നതിലും ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, മിനിഞ്ഞാന്ന് രാത്രിയിലാണ് കോൺഗ്രസ് അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള ശ്രമം അവിടെ ഡൽഹിയിൽ നടത്തുന്നു. അവിടെ KC വേണുഗോപാലും ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളെ പുറത്ത് തടയുന്നു. അങ്ങനെ അവിടെ നാടകീരംഗങ്ങളൊക്കെ നടന്നിരുന്നത്. പിന്നീട് ഇന്നലെയാണ് ഒരു അവസരം ലഭിച്ചത്. ഇന്നലെ 12:00 ഉച്ചയ്ക്ക് നേതാക്കൾ പോയി കമ്മീഷനെ കണ്ടതൊക്കെയാണ്. പക്ഷേ അതിലൊന്നും ഒരു തീരുമാനമാകുന്നില്ല, അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ അതിന്റെ ഫലം പ്രഖ്യാപിച്ചു. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, ഇപ്പോൾ 3 പേരെയും വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമുണ്ട്. അവർ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആ ഘട്ടത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് കൈമാറലും വിജയപ്രഖ്യാപനവും വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുകൊണ്ട് കോൺഗ്രസ് ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. പക്ഷേ അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നതാണ്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ സുപ്രീം കോടതിയെ കോൺഗ്രസ് സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ചിരുന്നില്ല. നാളെയാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ 3 BJP സ്ഥാനാർത്ഥികളെയും വിജയമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3ാം സ്ഥാനാർത്ഥിയുടെ വിജയം നമുക്കറിയാം. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിന് പിന്നാലെയാണ്. രജനീഷ് അഗർവാൾ, തരുൺ ചുഗ്, അതുപോലെ തന്നെ മഹേഷ് കെവാട്ട് എന്നിവരെയാണ് ഇപ്പോൾ വിജയിയായ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കും വിജയമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കൈമാറിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പത്രിക തള്ളിയതിന് അന്ന് തന്നെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. രാത്രി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അവസരം നൽകുകയും തങ്ങളുടെ പരാതി കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ നടത്തിയിട്ടില്ല. കൃത്യമായി തന്നെ 3 BJP സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ വിജയമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി കോൺഗ്രസിന് മുന്നിലുള്ള വഴിയെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു അനുകൂല നിലപാട്. എന്തായാലും സുപ്രീം കോടതി നാളെ ഈ ഹർജി വാദം കേൾക്കാൻ പോവുകയാണ്. എന്ത് തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്നതാണ് ഈ രീതിയിലുള്ള തുടർ നീക്കങ്ങളിൽ ഏറെ നിർണായകമാവുക. നമുക്കറിയാം, തെലങ്കാനയിലുള്ള ഒരു ക്രിമിനൽ കേസ് മറച്ചുവെച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മീനാക്ഷി നടരാജന്റെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. BJP അടക്കമുള്ള നേതാക്കളും അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. കൃത്യമായി വിവരങ്ങൾ നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന ആരോപണം മധ്യപ്രദേശ് മുഖ്യമന്ത്രി അടക്കം ഉയർത്തിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യാതൊരുവിധ ഇടപെടലും ഇപ്പോൾ ഈ കോൺഗ്രസ് പരാതിയിൽ ഉണ്ടായിട്ടില്ല. 3 BJP സ്ഥാനാർത്ഥികളും ഇപ്പോൾ വിജയിയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുജ, അതാണ് കോൺഗ്രസിന്റെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. 3 പേർക്കും സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നു വരണാധികാരി. ഇനിയിപ്പോൾ നാളെ സുപ്രീം കോടതി എന്താകും ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നത് നിർണായകമാകും. SP അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.